നമസ്കാരം, ഞാൻ ബീന വിജയൻ. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു കോഴിപ്പിടിയാണ്. എല്ലാവരും പിടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? ഈ കോഴിപ്പിടി ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അത് എങ്ങനെയെന്നും അതിന് എന്തെല്ലാം ചേരുവകൾ വേണമെന്നും നമുക്ക് നോക്കാം. പിന്നെ കുന്നംകുളം സൈഡിലേക്ക് ഒരു കോഴിപ്പിടിയുണ്ട്. ആ കോഴിപ്പിടിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലൊരു പിടിയാണിത്. ഇനി അതിന് എന്തെല്ലാം ചേരുവകൾ വേണമെന്നും അതെങ്ങനെ ഉണ്ടാകാമെന്നും നമുക്ക് നോക്കാം. ഈ കോഴിപ്പിടിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കനാണ്. ഇത് ചെറിയ പീസാക്കി നുറുക്കിയിരിക്കുകയാണ്. ചെറിയ പീസുകളാണ്. ചെറിയ പീസാക്കി നുറുക്കിയ 1/2 കിലോ ചിക്കൻ. പിന്നെ ഇത് അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ സൈസ് പൊടി തന്നെ. ഇത് 2 ഗ്ലാസ് പൊടിയുണ്ട്. പിന്നെ ഇതിന് 2 വലിയ സവാള വേണം. ഒരു വലിയ തക്കാളി വേണം. ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, ഒരു മുറി നാരങ്ങ, 3-4 പച്ചമുളക്, അല്പം ജീരകം, കടുപൊട്ടിക്കാനായിട്ട് കടുക്. പിന്നെ പൊടികൾ എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്. പിന്നെ ഒരു തേങ്ങയുടെ പാല് വേണം. ഒരു തേങ്ങയുടെ പാൽ, ഇത് 2ാം പാല്, 1 ലിറ്റർ പാലാണ്. പിന്നെ 1 ഗ്ലാസ് ആ തേങ്ങയുടെ തന്നെ ആദ്യത്തെ പാല്. പിന്നെ ആവശ്യത്തിന് ഓയിൽ, വെളിച്ചെണ്ണ. ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. പിന്നെ ഗരം മസാലയുണ്ട് കേട്ടോ, ഗരം മസാല. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ കോഴിപ്പിടിക്ക് നമ്മൾ ആദ്യം പിടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ഈ വെള്ളത്തിന് പാകത്തിന് ഉപ്പും നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടെ അരച്ച് ഈ വെള്ളത്തിന് പാകത്തിന് കലക്കണം. ഉപ്പും വെളുത്തുള്ളിയും ജീരകവും ഈ വെള്ളത്തിൽ കലക്കുകയാണ്. വെള്ളത്തിൻ്റെ പാകത്തിനായിരിക്കണം അത്. ഇത് നല്ല രീതിയിൽ വെള്ളം വെട്ടി തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ വെള്ളം. അപ്പോൾ ഈ വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ 2 ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് പൊടിയിട്ട് ഇളക്കി അത് കുഴച്ച് വെള്ളം ഇത് വാട്ടി കുഴയ്ക്കുക എന്ന് പറയും. ഇത് നല്ല രീതിയിൽ ഈ വെള്ളമൊക്കെ വറ്റി വരണം. പൊടി നല്ല രീതിയിൽ വേഗം ഇങ്ങനെ കിടന്ന് വെള്ളമെല്ലാം വറ്റി നമുക്ക് ഉരുളയാക്കാൻ പാകത്തിന് ആ ലെവലിലേക്ക് ആക്കിയെടുക്കണം. ഇത് ഈ കോഴിപ്പിടി എന്ന് പറയുന്നത് കുന്നംകുളം സ്റ്റൈലിൽ നാട്ടിൽ ഒരു കോഴിപ്പിടിയുണ്ട്. ആ രീതിയിലുള്ളൊരു കോഴിപ്പിടി അല്ല ഇത്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കോഴിപ്പിടിയാണ്. കുന്നംകുളം സ്റ്റൈലിൽ പാരമ്പര്യമായിട്ടുള്ളൊരു കോഴിപ്പിടിയുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണിത്. ഇത് നമ്മൾ വെള്ളമെല്ലാം വറ്റുന്നവരെ ഇളക്കി കൊടുക്കണം. ഈ രീതിയിൽ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് വരത്തക്ക രീതിയിൽ വരുന്നവരെ അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി ഇത് തീ ഓഫാക്കിയതിന് ശേഷം ഇത് തണുക്കാൻ അനുവദിക്കണം.
ഇത് തണുത്തതിന് ശേഷം ഇത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ്, ഉള്ളിയൊക്കെ വഴറ്റാൻ പാകത്തിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത് ഇട്ട് മൂപ്പിക്കുകയാണ്. ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വഴറ്റുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും. ഇപ്പോൾ പച്ചമുളക് അങ്ങ് പൊട്ടിച്ചിടുകയാണ്. ഈ ഉള്ളി നല്ല രീതിയിൽ മൂത്ത് വരട്ടെ. ഈ ചിക്കൻ ഒരു നാരങ്ങയുടെ പകുതി നീരൊഴിച്ച് അല്പം കുരുമുളകും ഉപ്പും ഇട്ട് ഇതിങ്ങനെ തിരുമ്മി കച്ചിര കറിവേപ്പിലയും ഇട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ നേരം വെച്ചിരിക്കണം. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ നേരം വെച്ചിരുന്ന ചിക്കനാണിത്. നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും പച്ചമുളക് ഇട്ടത് ഇത് ഒട്ടും തന്നെ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഇത്ര ഇടണ്ട, 1-2 ഇട്ടാൽ മതി. ഇനി ഇതിനാവശ്യമായ പൊടികൾ ഇടുകയാണ്. എരിവുള്ള മുളക് പൊടി ഇത് ടീസ്പൂണാണ്, ഞാൻ 1 ടീസ്പൂൺ നിറച്ചിടുകയാണ്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും കുറച്ച്, അത്ര നിറച്ചിടുന്നില്ല. പിന്നെ മല്ലിപ്പൊടി 4 സ്പൂൺ ഇടുന്നുണ്ട്. ചെറിയ സ്പൂണാണ് കേട്ടോ. അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾ 1/4 ടീസ്പൂൺ ഇട്ടോളൂ കേട്ടോ. ഈ പൊടി ഒന്ന് മൂക്കട്ടെ. അല്പം കറിവേപ്പില ഇടാം. കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിന് ഇടാം. ഈ മുളക് പൊടി നല്ല രീതിയിൽ മൂക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നവരെ മൂപ്പിച്ചെടുക്കണം. നമ്മുടെ പൊടിയെല്ലാം നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു തക്കാളി എടുത്ത് വെച്ചിരുന്നല്ലോ, അത് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതും നല്ല രീതിയിൽ വെന്ത് വഴണ്ട് എണ്ണ തെളിയുന്ന പാകം വരെ ആകണം. തീ അല്പം കൂട്ടിയിടാം. തീ കുറച്ചിട്ടിരിക്കുകയായിരുന്നു ഇത്ര നേരം. ഇത് നല്ല രീതിയിൽ വഴണ്ട് വരട്ടെ. തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അല്പം എണ്ണയൊക്കെ പെയ്യെ ഊതി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പും നാരങ്ങാനീരും കുരുമുളക് പൊടിയും കറിവേപ്പിലയൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിരുന്ന ചിക്കൻ ഇടുകയാണ്. ഇതിലേക്ക് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ചിക്കൻ വേകാനായിട്ട് മൂടി വയ്ക്കുകയാണ്. ഇത് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിരുന്നു. പിന്നെ അല്പം കൂടി ഉള്ളിക്കൊക്കെ പാകത്തിന് ഉപ്പ് വേണം, കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഒക്കെ അവസാനം നോക്കാം കേട്ടോ. ഇത് ഇവിടെ ഇരുന്ന് വേകട്ടെ. ഇത് മൂടി വയ്ക്കാം. നമ്മളിത് മൂടി വയ്ക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത്.
തീർത്തും ലോയും ആക്കി ഇടരുത്. ആ ലെവലിലിട്ട് ഇത് മൂടി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. തീ കുറച്ചിട്ടിരുന്നു. അതുപോലെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു, എണ്ണ തെളിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം ഗരം മസാല ഇട്ട് കൊടുക്കണം. ഗരം മസാല, കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടി, അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ലിറ്ററോളം രണ്ടാം പാൽ, തേങ്ങയുടെ രണ്ടാം പാലാണ് ഇത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല രീതിയിൽ തിളയ്ക്കണം. നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. നമ്മൾ രണ്ടാം പാല് ഒഴിച്ചിരുന്നു. ഇത് ഇപ്പോൾ ഒരുവിധം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ പിടിക്കുള്ള മാവ് കുഴച്ച് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വെച്ചിരിക്കുന്നു. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല രീതിയിൽ നമ്മൾ വാട്ടി കുഴച്ചത് കൊണ്ട് ഇതിലേക്ക് ഇട്ടു എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോകില്ല. എന്നാലും ഒന്ന് തിളച്ച് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷമാണ് ഇളക്കാവുള്ളൂ. ഒന്ന് തിളക്കട്ടെ. നല്ല രീതിയിൽ വാട്ടി കുഴച്ചതാണ്, അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഈ ഉണ്ടകളൊന്നും പൊടിഞ്ഞു പോവില്ല. എന്നാലും ഒന്ന് പതുക്കെ നല്ല ഒരുവിധം ഒന്ന് തിളച്ചതിന് ശേഷം പതുക്കെ ഇളക്കി കൊടുക്കുക. അത് കണ്ട നല്ല രീതിയിൽ തിള വരുന്നുണ്ട്. ഇനി തിള വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം തീ കുറച്ചിട്ട് വെക്കണം. ഈ ചിക്കൻ്റെ സ്വാദ് മുഴുവനും ഈ അരിമാവിലേക്ക് പിടിക്കാനായിട്ടാണ് സിമ്മിലിട്ടിരിക്കുന്നത്. കുറച്ച് നേരം സിമ്മിൽ കിടന്ന് അല്പനേരം മൂടി വയ്ക്കുക. ഇടയ്ക്ക് അടി പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഞാനൊരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിരുന്നു. അതിന് ശേഷം തുറന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുകയാണ്. ഒറ്റയടിക്ക് അത് ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം പാലങ്ങ് പറ്റിച്ചാൽ ഇതിലേക്ക് അധികം കയറില്ല. അതുകൊണ്ടാണ് തീ കുറച്ചിട്ട് പതുക്കെ ഇത് വറ്റി വന്നാലേ ഈ ബോൾസിലേക്കൊക്കെ ചിക്കൻ്റെ സ്വാദ് കയറുള്ളൂ. ഒരു 10-15 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ടിരുന്നു. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പാത്രം തുറന്ന് വെള്ളം കുറച്ചും കൂടി തേങ്ങാപ്പാൽ കുറച്ചും കൂടി വറ്റാനുണ്ട്. ഒറ്റയടിക്ക് അത് ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കരുത്. നമ്മളത് കഴിക്കുമ്പോൾ ഈ അരി ഉണ്ടയിലേക്കെല്ലാം ചിക്കൻ്റെ ഫ്ലേവർ ഇറങ്ങണം. അതിന് വേണ്ടിയാണ് പതുക്കെ ഇതുപോലെ ചെറിയ തീയിലിട്ട് ഇളക്കി എടുക്കുന്നത്. കുറച്ചും കൂടി വറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആദ്യത്തെ പാൽ ഒഴിക്കാനുണ്ട്. അതാണ് പറഞ്ഞത് ഹൈ ഫ്ലെയിമിൽ ഒറ്റയടിക്ക് ഇതുപോലെ വറ്റിച്ചെടുക്കരുതെന്ന് പറഞ്ഞത്. ഇനി കുറേയും കൂടി വറ്റാനുണ്ട്. അതിന് ശേഷമാണ് ആദ്യത്തെ പാൽ ഒഴിക്കുന്നത്. വെള്ളമെല്ലാം ഒരുവിധം ഒന്ന് കുഴമ്പ് പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ആദ്യം എടുത്തു വച്ചിരിക്കുന്ന ആദ്യത്തെ പാൽ ഒഴിക്കാം. ഇത് തൻപാലല്ല, ഇത് അല്പം വെള്ളം ചേർത്ത് തേങ്ങ അടിച്ച് പിഴിഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിളയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ കറി വളിച്ചു പോകും. കറിയല്ല, ഇതൊരു ഡിഷാണ്, ഒരു മെയിൻ കോഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു 1/4 ടീസ്പൂൺ വിനീഗർ കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളയ്ക്കണം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ്, കുരുമുളകിൻ്റെ എരിവ് എല്ലാം നോക്കാം.
അതിന് ശേഷം ഒന്ന് കടുക് താളിക്കാനും കൂടിയുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഇതൊരു സെമി ഗ്രേവി ആയിട്ടാണ്. ഇത് ഇരിക്കുന്തോറും ഒന്ന് കുറുകും, നല്ല രീതിയിൽ കുറുകും. അതുകൊണ്ട് അല്പം ലൂസായിട്ട് തന്നെ നമുക്ക് തീ ഓഫാക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ നിൽക്കണ്ട. അത് ഇരിക്കുന്തോറും ഒന്ന് കുറുകി വരും. ഇതൊരു മെയിൻ ഡിഷ് തന്നെയാണ്. ഇതിന് വേറെ സൈഡായിട്ട് ചപ്പാത്തിയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതത് നമുക്ക് ഓഫാക്കാം. ഈ സമയത്ത് എരിവ് അതുപോലെ ഉപ്പെല്ലാം നോക്കണം. നമുക്കൊന്ന് കടുക് താളിച്ചിടാം. ഇത് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ കോഴിപ്പിടി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.